ഹായ്, ഇന്ന് ഞാനുള്ളത് സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളിലൊന്നായ പെറുവിലാണ്. പെറുവിൻ്റെ തലസ്ഥാനമായ ലിമയിലാണ് ഞാൻ എന്നുള്ളത്. ഞാനിന്ന് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. പെറുവിൻ്റെ ക്യാപിറ്റലാണ് ലിമ. ഞങ്ങളുടെ ഷിപ്പ് ഡോക്ക് ചെയ്തിരിക്കുന്നത് കല്ലാവോ എന്നുള്ളൊരു സ്ഥലത്താണ്. കല്ലാവോ എന്നാണോ അത് പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന് എനിക്ക് കറക്റ്റ് അറിഞ്ഞുകൂടാ. CALLAO അതാണ് സ്പെല്ലിങ്. കയ്യാവോ എന്നും ഞാനത് ഗൂഗിളിൽ കണ്ടു. ഷിപ്പിൽ നിന്നും ഏകദേശം 1 മണിക്കൂറോളം യാത്ര ചെയ്താണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്. ഇവിടെ ഈ വഴി കുറച്ച് നേരെ പോയിട്ടുണ്ടെങ്കിൽ ഒരു ബീച്ചൊക്കെ ഉണ്ട്, ഒരു ക്ലിഫ് സൈഡ് ബീച്ചുണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ ഷിപ്പ് 2 ദിവസമായിട്ട് ഈ സ്ഥലത്തുണ്ട്, പെറുവിലുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഷിപ്പിലുള്ളൊരു ഗസ്റ്റാണ് ഈ മാഡം, ആ ഫ്രണ്ടിൽ പോകുന്ന നീല ഉടുപ്പിട്ടത്. പുള്ളിക്കാരി ഇന്നലെ പുറത്ത് പോയതുകൊണ്ട് ഞങ്ങൾക്ക് വഴിയൊക്കെ പറഞ്ഞു തന്നു, ഇതിലേ പോകണം എന്നൊക്കെ. സോ അതുകൊണ്ട് പുള്ളിക്കാരിയെ ഫോളോ ചെയ്ത് ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് പോവുകയാണ്. ഞങ്ങളിങ്ങോട്ട് വന്ന വഴിക്കുള്ള കുറച്ച് കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. ഞാനത് ബസ്സിലിരുന്ന് ഷൂട്ട് ചെയ്തതാണ്. പെറുവിൻ്റെ തലസ്ഥാനമായ ലിമയുടെ തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു തുറമുഖ നഗരമാണ് കല്ലാവോ. കയ്യാവോ എന്നും ഇതിനെ പറയാറുണ്ട്. പെറുവിലെ ഏറ്റവും വലിയ കപ്പൽ തുറമുഖം ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങളുടെ ഷിപ്പ് അടുപ്പിച്ചിരിക്കുന്നതും കയ്യാവോയിലാണ്. തലസ്ഥാനമായ ലിമയിലേക്ക് പോകുന്ന വഴി ബസ്സിലിരുന്ന് എടുത്ത കുറച്ച് വീഡിയോയാണ് നിങ്ങളീ കാണുന്നത്. ലിമ നഗരത്തിന് പടിഞ്ഞാറ് പസഫിക് സമുദ്രത്തിൻ്റെ തീരത്താണ് കയ്യാവോ സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു പ്രത്യേക പ്രവിശ്യയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. പെറുവിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിമാനത്താവളമായ ജോർജ് ഷവേസ് ഇൻ്റർനാഷണൽ എയർപോർട്ട് കയ്യാവോയിലാണ് സ്ഥിതി ചെയ്യുന്നത്. സ്പാനിഷ് ഭരണകാലത്ത് തെക്കേ അമേരിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖങ്ങളിൽ ഒന്നായിരുന്നു കയ്യാവോ. 1746 ഉണ്ടായ വലിയൊരു ഭൂകമ്പത്തിലും സുനാമിയിലും നഗരം പൂർണ്ണമായും നശിച്ചു പോയെങ്കിലും പിന്നീട് അത് അതിശക്തമായി പുനർനിർമ്മിക്കപ്പെട്ടു. കടൽ വിഭവങ്ങൾക്കും മനോഹരമായ ബീച്ചുകൾക്കും പേരുകേട്ട ഒരു ഉപദ്വീപ് പ്രദേശമാണ് ഈ കയ്യാവോയുടെ അടുത്തുള്ള ലാ പുണ്ട എന്ന സ്ഥലം. ഇവിടുത്തെ പലോമിനോ ബീച്ചുകൾ കടൽ സിംഹങ്ങൾക്കൊപ്പം നീന്താനുള്ള അവസരം നൽകുന്നുണ്ട് സഞ്ചാരികൾക്ക്. മനോഹരമായ ധാരാളം ചുവർച്ചിത്രങ്ങൾ നിറഞ്ഞ ഒരു പ്രദേശമാണ് കയ്യാവോ. പെറുവിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയുടെ നട്ടെല്ലാണ് കയ്യാവോ. രാജ്യത്തിൻ്റെ ഭൂരിഭാഗം കയറ്റുമതിയും ഇറക്കുമതിയും നടക്കുന്നത് ഈ തുറമുഖം വഴിയാണ്. മത്സ്യബന്ധനവും കപ്പൽ നിർമ്മാണവുമാണ് ഇവിടുത്തെ പ്രധാന തൊഴിലുകൾ. ചുരുക്കത്തിൽ ചരിത്രവും കലയും സമുദ്ര വ്യാപാരവും ഒത്തുചേരുന്ന പെറുവിലെ അതിപ്രധാനമായ ഒരു നഗരമാണ് കയ്യാവോ. കയ്യാവോയിലെ ലോക്കൽ തെരുവുകൾ പൊതുവെ അത്ര സുരക്ഷിതമല്ല. അതുകൊണ്ട് തന്നെ സഞ്ചാരികൾക്കായി പ്രത്യേകം ഒരുക്കിയ സ്ഥലങ്ങൾ മാത്രമാണ് സുരക്ഷിതം. കയ്യാവോയിലെ ഉൾപ്രദേശങ്ങളിലൂടെയുള്ള യാത്ര ഒഴിവാക്കണമെന്ന് കർശനമായ നിർദ്ദേശം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഷിപ്പിൽ നിന്നും. പ്രത്യേകിച്ച് രാത്രികാലങ്ങളിൽ മോഷണം, പിടിച്ചുപറി എന്നിവ സർവ്വസാധാരണമാണ് ഇവിടെ. ഞങ്ങളുടെ ബസ് നഗരക്കാഴ്ചകളിലേക്ക് എത്തിയിരിക്കുന്നു. ഒറ്റനോട്ടത്തിൽ വളരെ ഭംഗിയുള്ളൊരു സ്ഥലമായിട്ടാണ് എനിക്ക് ഈ പട്ടണത്തെ തോന്നിയത്. ഞങ്ങളുടെ ബസ് നിർത്തിയത് ഇവിടുത്തെ വളരെ ഫേമസ് ആയ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ അടുത്താണ്. ഇത് ഇവിടുത്തെ പ്രധാന ഷോപ്പിംഗ് ഏരിയകളിലൊന്നാണ്. ഞങ്ങൾ ഇതിൻ്റെ അകത്തോടെ ജസ്റ്റ് നടക്കാമെന്ന് വെച്ചു. സമയം
10 മണി ആയതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒന്നും തുറന്നിട്ടില്ല. എല്ലാം മിക്കതും തന്നെ ക്ലോസ്ഡാണ്. സുവനേഴ്സും പിന്നെ കുറേ ഡ്രസ്സും അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ടും ഇതിൻ്റെ അകത്തുള്ളത്. ഞങ്ങൾക്ക് പോകാനുള്ള വഴിയൊക്കെ പുള്ളിക്കാർ പറഞ്ഞു തന്നു. ഈ വഴി നേരെ പോയാൽ മതി, ബീച്ചിലെത്തും എന്നൊക്കെയാണ് പറഞ്ഞത്. ഞങ്ങൾ ബീച്ചിലേക്ക് പോകുന്ന വഴിക്ക് കണ്ട ഒരു ചർച്ചാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. അകത്ത് കയറാൻ പറ്റുമോയെന്ന് അറിഞ്ഞൂടെ. എന്തായാലും ജസ്റ്റ് അതിൻ്റെ അടുത്തേക്കൊന്ന് പോയി നോക്കാം. ഞങ്ങൾ ഇപ്പോൾ ഉള്ള ഈ ഏരിയ പൊതുവെ സേഫാണ്. ധാരാളം പോലീസുകാരെയും എല്ലാം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പൊതുവെ പെറു അത്ര സേഫ് അല്ലാത്ത ഒരു സ്ഥലമാണ് പെറു. ലോകത്തിലെ തന്നെ ക്രൈം റേറ്റുകളിൽ ഏറ്റവും ഹൈയിൽ നിൽക്കുന്നൊരു കൺട്രിയാണ് പെറു. കുറ്റകൃത്യങ്ങളുടെ നാട് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ഞങ്ങളുടെ ഷിപ്പ് ഡോക്ക് ചെയ്തിരിക്കുന്ന സ്ഥലം കല്ലാവോ. ആ സ്ഥലം ഒട്ടും സേഫ് അല്ലെന്നാണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ. ഒരിക്കലും അവിടെ നൈറ്റൊന്നും പുറത്തു പോകരുത്, ലോക്കൽ ഏരിയകളിലൊന്നും പോകരുത് എന്നൊക്കെ ഞങ്ങൾക്ക് കർശനമായ നിർദ്ദേശങ്ങളുണ്ടായിരുന്നു. ഈ ഒരു ഏരിയ പൊതുവെ സേഫാണ്. നമുക്ക് ധാരാളം പോലീസുകാരെല്ലാം ഇവിടെ കാണാൻ സാധിക്കും. ഞങ്ങൾ നടന്നു വന്ന വഴിക്ക് കണ്ടൊരു ചെറിയൊരു പാലമാണ് കേട്ടോ. ആൾക്കാർക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടേക്കുന്നതാണ്. അടിയിലൂടെ വണ്ടി പോകുന്നുണ്ടല്ലോ. സോ നല്ല ഭംഗി തോന്നി കണ്ടപ്പോൾ. solicitando la asistencia del ഞങ്ങൾ ഏകദേശം ആ ക്ലിഫ് ബീച്ചിൻ്റെ അടുത്തേക്ക് എത്തി. ഈ മുന്നിൽ കാണുന്ന അതാണ് ക്ലിഫ് ബീച്ച്. നല്ല ഫോഗിയാണ്. രാവിലെ സമയം ഒരു 10:30 ഒരു ഫോഗി ക്ലൈമറ്റാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ ടെമ്പറേച്ചർ അറൗണ്ട് 22-23 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഈ മുന്നിൽ കാണുന്നതാണ് ഇവിടുത്തെ ക്ലിഫ് സൈഡ് ബീച്ച്. പക്ഷേ നല്ല ഫോഗാണ്, ഒന്നും അത്ര ക്ലിയർ അല്ല. പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഈ ബീച്ചിന് ചുറ്റും ബീച്ചിൻ്റെ അടുത്ത് തന്നെ നല്ല രീതിയിലൊരു പാർക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ രാവിലെ ഓടാൻ വരുന്നവരൊക്കെ ഇഷ്ടംപോലെ കാണാൻ സാധിച്ചു. നല്ല ഭംഗിയുള്ളൊരു പാർക്കാണ് കേട്ടോ. നല്ല ക്ലീനാണ് എന്തായാലും. ഈ ബീച്ചിനോട് ചേർന്ന് തന്നെ ധാരാളം കഫേയും ഷോപ്പുകളും ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ മറ്റേ പാരീസിലൊക്കെ ഉള്ളതുപോലെ ആളുകൾ പൂട്ട് മേടിച്ചിട്ട് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് എന്തിനു വേണ്ടി ഉള്ളതാണെന്ന് എനിക്ക് അത്ര അറിയത്തില്ല. പക്ഷേ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്കൊന്ന് കപ്പിൾസിൻ്റെ പേരാന്ന് തോന്നുന്നു കണ്ടിട്ട്. കാരണം അങ്ങനെയുള്ളൊരു സെറ്റപ്പാണല്ലോ അവിടെയുള്ളത്, പാരീസിലുള്ളതും. അപ്പോൾ അതുപോലെയുള്ള എന്തോ ആണത്. ഇവിടുത്തെ ഈ പാർക്ക് ഭയങ്കര ഫേമസ് ആണ്. ലവ് പാർക്ക് എന്നാണ് ഇത് അറിയപ്പെടുന്നത്.
ഇവിടെ വന്ന് ഈ സ്റ്റാച്ചുവിൻ്റെ ചോട്ടിൽ കപ്പിൾസ് വന്ന് അവിടെ മറ്റേ ലോക്ക് മേടിച്ചിട്ട് പൂട്ടി വെച്ചിട്ട് പോകാറുണ്ട്. ഈ കാണുന്നതെല്ലാം അത്തരത്തിലുള്ള ലോക്കുകളാണ്. ഇവിടെ തൊട്ടടുത്ത് എന്തൊക്കെ കാഴ്ചകളുണ്ടെന്ന് നമുക്കത്ര ഐഡിയ ഇല്ല ഞങ്ങൾക്ക്. ഞങ്ങൾ ആദ്യമായിട്ട് വരുന്നതായതുകൊണ്ട് ഇതിലെ കാണുന്ന കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടിങ്ങനെ നടക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ധാരാളം ടൂർ ഗൈഡുകൾ ഞങ്ങളെ അപ്രോച്ച് ചെയ്യുന്നുണ്ടായിരുന്നു, ഇവിടുത്തെ ഓരോ പ്രധാന ഐക്കോണിക് സ്ഥലങ്ങളിലേക്കൊക്കെ പോകാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് അതൊക്കെ പോയി കാണാനുള്ള അത്ര സമയമില്ല. കുറഞ്ഞ സമയത്തിനുള്ളിൽ മാക്സിമം ഇവിടെയുള്ളതൊക്കെ ഒന്ന് കാണുക, ചുറ്റി നടക്കുക എന്നൊക്കെയാണ് ഞങ്ങളുടെ ലക്ഷ്യം. അപ്പം അങ്ങനെ കാണുന്ന കാഴ്ചകളാണ് ഞാൻ നിങ്ങളിലേക്ക് കാണിക്കാനായിട്ട് ശ്രമിക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു വ്യൂ ആണ് കേട്ടോ എന്തായാലും ഈ ക്ലിഫ് സൈഡിലെ വ്യൂ. നല്ല ഫോഗിയാണ് ക്ലൈമറ്റ്, അതുകൊണ്ട് തന്നെ ഒന്നും അത്ര ക്ലിയർ അല്ല താഴത്തെ കാഴ്ചകൾ. ഞങ്ങൾ നടന്ന് വേറൊരു ഏരിയയിലേക്ക് എത്തി. എന്താണോ സംഭവം ഒന്നും അറിയില്ല, ഒരു പാർക്കാന്ന് തോന്നുന്നു ഇതും കണ്ടിട്ട്. ഇതാണ് പാഡിങ്ടൺ കരടി. നമ്മുടെ ടോം ആൻഡ് ജെറിയൊക്കെ പോലെയുള്ളൊരു കുട്ടികളുടെ കഥാപാത്രമാണ്. സ്കോട്ടിഷ് എഴുത്തുകാരനായ മൈക്കൽ ബോണ്ടിൻ്റെ സൃഷ്ടിയാണ് ഇവൻ. പെറുവിൽ ജനിച്ച് UK കുടിയേറിയ ഒരു കരടിക്കുട്ടനാണിവൻ. കുട്ടികളുടെ സാഹിത്യത്തിലെ ഒരു പ്രിയപ്പെട്ട കഥാപാത്രമാണ് പാഡിങ്ടൺ. UK നടത്തുന്ന സാഹസിക യാത്രകളാണ് കഥയിലുള്ളതെല്ലാം. ഇതൊരു ഷോപ്പിംഗ് ഏരിയ ആണ്. കുറേ നല്ല ബ്രാൻഡഡ് ഷോപ്പുകളൊക്കെ ഇവിടെയുണ്ട്. ക്ലിഫ് ബീച്ചിനോട് ചേർന്നാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നല്ല ഭംഗിയായിട്ട് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ. ഞങ്ങൾ തിരിച്ച് ഷിപ്പിലേക്ക് പോകാൻ വേണ്ടി ഞങ്ങളെ ഷട്ടിൽ ബസ്സിൽ ഡ്രോപ്പ് ചെയ്ത സ്ഥലത്തേക്ക് നടന്നുകൊണ്ടിരിക്കുക. ഞങ്ങൾ ആ ബീച്ചിലേക്ക് പോയ വഴിക്കല്ല തിരിച്ചു പോകുന്നത്, വേറൊരു വഴിയാണ്. ഈ ഒരു ഏരിയ കുറച്ചുകൂടെ ഒരു റിച്ച് ഏരിയ ആണ്, നല്ല ഭംഗിയുള്ളൊരു ഏരിയ ആണ്. ഏകദേശം നമ്മുടെ നാട്ടിലെ ഒരു എറണാകുളത്തൊക്കെ വന്ന പോലത്തെ ഒരു ഫീല്, നല്ല ഭംഗിയുള്ളൊരു സ്ഥലം. ഒരു നല്ല ഭംഗിയുള്ളൊരു കഫേ. വർഷങ്ങൾ പഴക്കമുള്ള ഒരു ബിൽഡിംഗ് ആണ് കേട്ടോ എന്തായാലും. നല്ല ഭംഗിയുള്ള കുറേ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ ഈ ഏരിയയിൽ. അങ്ങനെ പെറുവിലെ ലിമയിലെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാൻ പറ്റി. ഞങ്ങൾ പതുക്കെ ഷിപ്പിലേക്ക് തിരിച്ചു പോവുകയാണ്. ഇവിടുന്ന് ഏകദേശം 1 മണിക്കൂറോളം ട്രാവലുണ്ട് ഷിപ്പിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആയിരുന്നു, ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.